നമസ്കാരം. ലെബനനിൽ കഴിഞ്ഞ ദിവസം ഉണ്ടായ പേജർ സ്ഫോടനവുമായി ബന്ധപ്പെട്ട് മലയാളി ബന്ധം സംശയിച്ച് ലോക മാധ്യമങ്ങൾ പ്രമുഖ ബ്രിട്ടീഷ് മാധ്യമമായ ഡെയിലി മെയിലാണ് ഇത് സംബന്ധിച്ച ഒരു റിപ്പോർട്ട് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. മലയാളിയായ റിൻസൺ ജോസിൻ്റെ ബന്ധത്തെക്കുറിച്ചാണ് ഡെയിലി മെയിൽ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇസ്രായേലിൻ്റെ ഈ ഒരു മാസ്റ്റർ പ്ലാൻ അറിയാതെ നോർവേ പൗരത്വമുള്ള മലയാളിയായ റിൻസൺ ജോസ് ഇടപാടിൽ പെട്ടുപോയെന്ന വിധത്തിലാണ് ഡെയിലി മെയിൽ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത്. നോർവേ ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന IT പ്രൊഫഷണലാണ് റിൻസൺ ജോസ്. ലെബനനിലേക്ക് 5000-ഓളം പേജറുകൾ വാങ്ങിയതുമായി ബന്ധപ്പെട്ട് പല വാർത്തകളാണ് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ തന്നെ പുറത്തു വന്നത്. തൈവാൻ കമ്പനിയായ ഗോൾഡ് അപ്പോളോയാണ് ഈ പേജറുകൾ നിർമ്മിച്ചതെന്നാണ് ആദ്യം വാർത്തകൾ പുറത്തു വന്നത്. എന്നാൽ ഇക്കാര്യം നിഷേധിച്ച കമ്പനി തങ്ങളുടെ ദൗത്യത്തിൻ്റെ ഉപകരാർ ദീർഘകാലമായി ബന്ധമുള്ള ഹംഗറിയിലെ BAC കൺസൾട്ടിംഗ് എന്ന സ്ഥാപനത്തെയാണ് ഏൽപ്പിച്ചതെന്ന് അറിയിച്ചു. ഈ സ്ഥാപനത്തിൻ്റെ CEO ആണ് കഴിഞ്ഞ ദിവസങ്ങളിൽ വിവാദങ്ങളിൽ നിറഞ്ഞു നിന്ന ക്രിസ്ത്യാന RC ഡയക്കോണ ബാർസോണി. പേജറുകൾ നിർമ്മിക്കുന്നതിനായി ക്രിസ്ത്യാനയ്ക്ക് പണം നൽകിയത് ബൾഗേറിയ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കമ്പനിയുടെ ഉടമയായ റിൻസൺ ജോസ് ആണെന്നാണ് BAC കൺസൾട്ടിംഗ് അറിയിച്ചത്. 1.3 മില്യൺ പൗണ്ടാണ് റിൻസൺ കൈമാറിയതെന്നാണ് വാർത്ത. പേജർ പദ്ധതിയിലെ ഇടനിലക്കാരനായി റിൻസൺ മാറി എന്ന വിധത്തിലാണ് റിപ്പോർട്ട് പുറത്തു വന്നത്. ആദ്യം ലണ്ടനിൽ ജോലി ചെയ്തിരുന്ന റിൻസൺ 2015-ലാണ് ഓസ്ട്രേലിയ എത്തിയതെന്നാണ് റിപ്പോർട്ട് പറയുന്നത്. ഇപ്പോൾ റിൻസൺ ഓസ്ട്രേലിയയിൽ ഇല്ല എന്നാണ് പറയപ്പെടുന്നത്. നേരത്തെ നിശ്ചയിച്ച പ്രകാരമുള്ള വിദേശയാത്രയിലാണ് അദ്ദേഹം. സംഭവവുമായി ബന്ധപ്പെട്ട് ലഭ്യമായ വിവരങ്ങളെക്കുറിച്ച് പ്രാഥമിക അന്വേഷണം നടത്തിയതായി ഓസ്ലോ പോലീസ് അറിയിച്ചിട്ടുണ്ട്. ഓസ്ലോ നഗരപ്രാന്തത്തിലുള്ള മോർട്ടൻസ് റോഡിലെ റിൻസന്റെ ഫ്ളാറ്റിൽ മാധ്യമപ്രവർത്തകർ എത്തിയിരുന്നുവെങ്കിലും അവിടെ ആരുമില്ലായിരുന്നു. നിരവധി മാസങ്ങളായി റിൻസനെ കാണുന്നില്ല എന്നാണ് അയൽക്കാരും പറയുന്നത്. എന്നാൽ റിൻസന്റെ പേരുമായി ബന്ധപ്പെട്ട് പുറത്തുവരുന്ന വാർത്തകൾ ഞെട്ടിച്ചു എന്നാണ് അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ പറയുന്നത്. നല്ലൊരു മനസ്സിൻ്റെ ഉടമയാണ് റിൻസൺ എന്നും ക്യാൻസർ രോഗികൾക്കായി സ്വന്തം തലമുടി നൽകിയ വ്യക്തിയാണ് റിൻസൺ എന്നൊക്കെയാണ് സുഹൃത്തുക്കൾ പറയുന്നത്. റിൻസൺ ഒരിക്കലും ഭവിഷ്യത്തുകൾ അറിഞ്ഞുകൊണ്ടായിരിക്കില്ല ഇത്തരമൊരു ഇടപാടിൽ ഉൾപ്പെട്ടത് എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. 2016-ലാണ് റിൻസൺ ജോസ് നോർട്ട ലിങ്ക് എന്ന സ്ഥാപനം ആരംഭിച്ചത്. റിൻസനെ ഫോണിലൂടെയും ഇമെയിൽ വഴിയൊക്കെ തന്നെ ബന്ധപ്പെടാൻ ശ്രമം നടത്തിയെങ്കിലും അതൊന്നും തന്നെ വിജയിച്ചില്ല എന്നാണ് ഡെയിലി മെയിൽ ഇപ്പോൾ പറയുന്നത്. ഏതായാലും ലോകത്തെ പിടിച്ചു കുലുക്കിയ ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് മലയാളി ബന്ധം കൂടി പുറത്തു വരുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എന്നാൽ റിൻസൺ ജോസ് അറിഞ്ഞുകൊണ്ടായിരിക്കില്ല ഇത്തരത്തിലുള്ള ഒരു വിഷയത്തിൽ ഇടപെട്ടത് എന്നാണ് ഡെയിലി മെയിൽ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നത്.